ജില്ലയിലെ പാങ്ങോട് എന്ന പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളെ കണ്ടതിലുള്ള എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എൻ്റെ വീട് മലപ്പുറത്താണ്, പെരിന്തൽമണ്ണ എന്ന പ്രദേശത്താണുള്ളത്. ഞാൻ വല്ലാതെ ആലോചിച്ചു പോയി. ഞാൻ അറിയാത്ത ഈ നാട്ടുകാരോട് സംസാരിക്കാൻ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് എന്തിനായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആകെ 400 കിലോമീറ്റർ യാത്ര ചെയ്ത് 2 രാത്രിയും 1 പകലും ചെലവഴിച്ചിട്ടാണ് കുറച്ച് നേരത്തേക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സംസാരം തീരുന്നതുവരെ ദയവ് ചെയ്ത് അശ്രദ്ധരായിരിക്കാതെ എൻ്റെ വർത്തമാനം കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നു. എന്നെ എന്തിനു വിളിച്ചു എന്നതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒന്ന്, ഒരു കുട്ടി ചെറുപ്പത്തിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ 7 വയസ്സിലാണ്, 7ാമത്തെ വയസ്സിലാണ് വലുതായി വരുമ്പോൾ ഇന്നാലിന്ന ഡെസ്റ്റിനേഷനിൽ, പ്രൊഫഷണൽ ഡെസ്റ്റിനേഷൻ, ഇന്ന ജോലി എടുക്കണം എന്ന് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ ആദ്യത്തെ ചിന്തയുണ്ടാകുന്നത് 7ാമത്തെ വയസ്സിലാണ്. മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ കൃത്യമായി അറിയണം, അറ്റ് ഏജ് ഓഫ് 7, 7ാമത്തെ വയസ്സിലാണ് ഒരു കുട്ടി എനിക്ക് വളർന്നു വലുതാകുമ്പോൾ ഇന്നാലിന്ന ആളാവണം എന്ന് ആദ്യം തീരുമാനിക്കുന്ന പ്രായമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7 വയസ്സാകുമ്പോൾ എനിക്ക് വളർന്നു വലുതായി ഇന്ന ജോലിയിൽ എത്തണം എന്ന് തീരുമാനിക്കാനുള്ള മെൻ്റൽ കപ്പാസിറ്റി കുട്ടിക്കായിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അവൻ ആ ചിന്ത കിട്ടുന്നത്? അവൻ ആ ചിന്ത കിട്ടുന്നത് വീട്ടിലുള്ള ഏതോ ഒരു മനുഷ്യനോട് അഡ്മിറേഷൻ, ആരാധന തോന്നും. തൻ്റെ ഉപ്പയോട്, തൻ്റെ ഉമ്മയോട്, അമ്മാമനോടൊക്കെ കടുത്ത ആരാധന. ആ ആരാധനയിൽ നിന്ന് മക്കൾ മനസ്സിലാക്കും ഭൂമി ലോകത്തെ ഏറ്റവും നല്ല പണി എൻ്റെ പിതാവിൻ്റേതാണെന്ന്. ഒരു ഓട്ടോറിക്ഷ ഓട്ടിക്കുന്ന ഒരു പിതാവിന് 7 വയസ്സുള്ള മകനുണ്ടെങ്കിൽ ഒരു ദിവസം രാവിലെ നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? രാവിലെ വാപ്പ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളു പിടക്കും. എൻ്റെ പിതാവിനോളം സുഖമുള്ള പണി ഈ ഭൂമിയിൽ വേറെ ആർക്കുമില്ല. എപ്പോഴും യാത്ര ചെയ്യാം, ഏത് സമയത്തും ആഹാരം കഴിക്കാം. രാത്രി വരുമ്പോൾ എൻ്റെ കൺമുമ്പിലിട്ടാണ് നോട്ടിങ്ങനെ കെട്ടുകെട്ടായി വാപ്പ എണ്ണി തീർക്കുന്നത്. അപ്പോൾ കുട്ടി വിചാരിക്കും എനിക്കും വളർന്നു വലുതാകുമ്പോൾ എൻ്റെ പിതാവിനെപ്പോലെ ഒരു ഓട്ടോ ഡ്രൈവർ ആകണമെന്ന്. അവൻ അങ്ങനെ ആവേണ്ട ആളല്ലല്ലോ. മെൻ്റൽ പാത്തിൽ കയറും, പ്രൊഫഷണൽ മെൻ്റൽ പാത്ത് എന്നാ പറയുക. ഒരു ജോലിയിലേക്ക് ഉന്നം വെച്ച് കുട്ടികളുടെ മനസ്സ് സഞ്ചരിച്ചു തുടങ്ങും. ഈ പോക്കുണ്ടല്ലോ, ഈ പോക്ക് 13 വയസ്സ് വരെ പോവുള്ളൂ. അറ്റ് ദ ഏജ് ഓഫ് 13, 13 ആകുമ്പോഴേക്കും 2ാമത്തെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യും. അപ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത് ഈ ഭൂമി ലോകത്ത് എൻ്റെ പിതാവിനോളം കഷ്ടപ്പാടുള്ള പണി വേറെ ആർക്കുമില്ലെന്ന്. അപ്പോഴാണ് കുട്ടി മനസ്സിലാവുക. ദ ഹീറോ ബിക്കംസ് ദ വില്ലൻ. മനസ്സിൽ കണ്ട പിതാവ് ഹീറോ ആയിരുന്നു ഇതുവരെ. പിന്നീട് 13ാമത്തെ വയസ്സിലാണ് വില്ലനാകുന്നത്. അപ്പോൾ പറയും ഈ ഭൂമിയിൽ ആരുടെ പണിയെടുത്താലും എൻ്റെ വാപ്പാൻ്റെ പണി ഞാൻ എടുക്കൂലെന്ന് ആ കുട്ടി തീരുമാനിക്കും. അതുകൊണ്ടാണ് 13 വയസ്സ് കഴിഞ്ഞ മകനോടും മകളോടും ഭൂമിയിൽ ഏറ്റവും വലിയ സംഘടനം മാതാവും പിതാക്കളും തൻ്റെ മക്കളോടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ 7 വയസ്സായപ്പോൾ ഞാനും തീരുമാനിച്ചു എൻ്റെ വാപ്പയെപ്പോലെ ഒരു ഉസ്താദാവണമെന്ന്. വാപ്പ പള്ളിയിലെ ഖത്തീബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നാട്ടിൽ ഇതൊരു കുലത്തൊഴിലാണ്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ വാപ്പ മരിക്കുമ്പോഴേക്കും വാപ്പ ഇരിക്കുന്ന പള്ളിയിൽ മൂത്ത മകൻ ഇരിക്കണം എന്നൊരു കുലത്തൊഴിലാണിത്. അന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷൻസ്, ഭൂമി ലോകത്തെ ഏറ്റവും വലിയ പണി എൻ്റെ പിതാവിൻ്റേതാണെന്ന് ഞാനും ധരിക്കുകയാണ്. അതിൻ്റെ കാരണം എൻ്റെ പിതാവിന് 3 നേരം മാംസാഹാരം കഴിക്കാം. ഏണി വെച്ച് കയറാവുന്ന പാത്രത്തിലാണ് ഞങ്ങളുടെ നാട്ടുകാർ ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കാറുള്ളത്.
ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ പറയണം എങ്ങനെയാണ് ചോറ് കൊടുക്കാറുള്ളത്. ഏണി വെച്ച് കയറണം, എന്നാലേ ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് എത്തുള്ളൂ. അത്ര നല്ല ചോറാണ് കൊടുക്കുന്നത്. പിന്നെ ആര് ഗൾഫിൽ നിന്ന് വന്നാലും പെട്ടി തുറക്കണ ഒരു ദിവസമുണ്ട്. ആ പെട്ടി തുറക്കുന്ന അന്ന് ഉസ്താദുമാർക്ക് പ്രത്യേകം പൊതിയുണ്ടാകും. അങ്ങനെ എൻ്റെ വാപ്പാക്ക് ആര് ഗൾഫിൽ നിന്ന് വന്നാലും ഒരു കുപ്പായവും കിട്ടും, ഒരു സ്പ്രേയും കിട്ടും. ഇനി അല്പം വേണ്ടത് എന്താ? ഇനി അല്പം വേണ്ടത് കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസാണ്. ആ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാൻ വൈകുന്നേരം വാപ്പ ഇങ്ങനെ പഴകിയ പത്രം വായിക്കാൻ ഇറങ്ങുമ്പോൾ, ബോധപൂർവം പറയുന്നതാണത്, പഴകിയ പത്രം വായിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും വായിച്ച് മടക്കി വെച്ച ആ പത്രം വായിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അലക്ഷ്യമായിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. സോഷ്യൽ സ്റ്റാറ്റസും സെറ്റാണ്. ഇനി എന്തു വേണം? അങ്ങനെയാണ് വാപ്പയുടെ പാത പിന്തുടരാൻ 18ാമത്തെ വയസ്സിൽ ഞാൻ ഹാഫിലാകുന്നത്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും ഒരു ഹാഫിലായതുകൊണ്ടായിരിക്കണം എന്നെ ഈ സദസ്സിലേക്ക് വിളിച്ചത് എന്ന് ഞാൻ ധരിക്കുന്നു. അങ്ങനെ 13ാമത്തെ വയസ്സിൽ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പണിക്ക് എന്നെ കിട്ടൂല എന്ന് വാപ്പാൻ്റെ അടുത്ത് പറയാണ്. ഉസ്താദാവാൻ ഞാനില്ല, എനിക്ക് പറ്റില്ല, വേറെന്ത് പണിയെടുക്കണം എന്ന് വാപ്പ ചോദിക്കുന്നു. 2ാമത്തെ പണി 13ാമത്തെ സെറ്റ് ചെയ്തിരുന്നു, എനിക്ക് വക്കീലാവണം എന്ന്. എങ്ങനെയാണ് 13നും 19നും ഇടയിൽ എല്ലാവരുടെ മക്കളും 2ാമത്തെ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യും അല്ലേ? നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന കോഴ്സ് പഠിക്കണം, ഇന്ന ജോലി എനിക്ക് എടുക്കണമെന്ന് ഏത് മക്കൾ പറഞ്ഞാലും ഇത് സംഭവിക്കുന്നത് ഔട്ട് ഓഫ് ഫാസിനേഷൻ, കൗതുകമാണ്. ഏതോ ഒരാൾ പറഞ്ഞത് കൗതുകപ്പെട്ടു, ഏതോ ഒരു കൂട്ടുകാരൻ്റെ വർത്തമാനം കൗതുകപ്പെടുത്തി, ഏതോ ഒരു കാഴ്ച കൗതുകപ്പെടുത്തും. ഈ കൗതുകത്തിൽ നിന്ന് ആ ജോലി എടുക്കണം എന്ന് തീരുമാനിക്കും. എനിക്കും സംഭവിച്ചത്, കോടതിയുടെ മുമ്പിലൂടെ വാപ്പ കൊന്നെ കൊണ്ടുപോയപ്പോൾ വക്കീലന്മാരിങ്ങനെ ആ കറുത്ത കോട്ടിട്ട് വവ്വാലിനെ പുറത്തിറങ്ങുന്ന കാഴ്ച കൗതുകപ്പെടുത്തി. ഫാസിനേറ്റഡ് ദ സൈറ്റ്. ആ കാഴ്ച കൗതുകപ്പെടുത്തുന്നു. വാപ്പാടെ സമ്മതമില്ലാതെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ഗവൺമെൻറ് ലോ കോളേജിൽ പഠനം പൂർത്തിയാക്കി വഞ്ചിയൂർ 10 വർഷം ലോ പ്രാക്ടീസ് ചെയ്യുന്നു, വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നു. ചെയ്തതിന് ശേഷമാണ് ഉള്ളിൽ ഇടങ്ങേറിങ്ങനെ തോന്നുകയാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, മലയാളികൾക്ക്, ഏതൊരു മലയാളിക്കും സംഭവിക്കുന്ന അതേ പ്രശ്നം. എന്താ പ്രശ്നം? മരിക്കുന്നത് വരെ ഏത് ജോലിയാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് തിരിയാതെ ഒരു ജോലി എടുത്ത് അതിൽ പരാജയപ്പെട്ട് അടുത്ത ജോലി എടുത്ത് അതും പരാജയപ്പെട്ട് മരിക്കുന്നത് വരെ ഫോർ വിച്ച് ഐ ആം ബെസ്റ്റ് ഫോർ, ഏത് പണിയാണ് ഞാൻ എടുക്കേണ്ടത് എന്നറിയാതെ മണ്ണോട് ചേരുന്ന മനുഷ്യരുള്ളത് മലയാളികളാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഈ പണി എനിക്ക് പറ്റൂലെന്ന്. ആ പണി നിർത്താൻ തീരുമാനിച്ചപ്പോഴേക്കും ഒരു PSC പരീക്ഷ എഴുതിയിരുന്നു. ആ PSC പരീക്ഷയുടെ റിസൾട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വന്നു. അത് മുൻസിഫ് മജിസ്ട്രേറ്റിൻ്റെ പരീക്ഷയാണ്. അങ്ങനെ വർക്കല കോടതിയിലാണ് മുൻസിഫ് മജിസ്ട്രേറ്റായി 6 മാസം പണിയെടുക്കുന്നത്. ആ ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് തീരെ പറ്റണില്ല. ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടമാണ്, അത് ശരിയാണെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട, എൻ്റെ ഇഷ്ടമാണ്, ഇതെനിക്ക് പറ്റണില്ല. ആ ജോലി ഉപേക്ഷിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലാണ് PhD എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മലപ്പുറത്തെ ഒരു കോളേജിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പളാണ് ഞാൻ. ഇതുകൊണ്ടായിരിക്കണം എന്നെ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ഒരല്പനേരത്തേക്ക് നിങ്ങൾ കേട്ടിരിക്കണം. എന്താ കേൾക്കേണ്ടതെന്നറിയുമോ? നേരത്തെ ഉസ്താദുമാർ പറഞ്ഞു, മക്കൾ വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഖുറത്തായുൻ, കൺകുളിർമയുണ്ടാവണം, സന്തോഷം കൊണ്ട് കണ്ണു നിറയണം. ഇനി നിങ്ങൾ പറ, ഈ ഇരിക്കുന്ന ഇവരെല്ലാം ഇതൊക്കെ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളോട് ഞാനൊരു സത്യം ചോദിച്ചാൽ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, എന്തെന്നറിയുമോ? ടെൽ മീ ദ ഗ്രേറ്റസ്റ്റ് ട്രൂത്ത് ഓഫ് യുവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യത്തെ എന്നോടൊന്ന് പറ എന്ന് ഞങ്ങളടുത്ത് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യതാണ് എന്ന് ഈ ഇരിക്കുന്ന ആരടുത്ത് ചോദിച്ചാലും നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം ഒന്നാണെന്ന് എനിക്കറിയാം. എന്താ അതെന്നറിയോ? ഞങ്ങളൊക്കെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പറ, ഇതിനേക്കാൾ ഒരു വലിയ സത്യം ഭൂമിയിലില്ല. നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ അടുത്ത് പറയാറില്ലേ, ഈ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, വാപ്പ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ കുട്ടികൾ പറയും, ചൊറിയും അല്ലേ, ഇങ്ങനെ ചൊറിഞ്ഞു വരും കുട്ടികൾക്ക്. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പറയും. അത് എന്താ കാര്യം എന്നറിയോ? ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു സത്യമാണത്. ഞാനും നിങ്ങളും മക്കളുണ്ടായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ സത്യം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ പറച്ചിലിന് വലിയ സത്യമുണ്ടോ എന്ന് നോക്കൂ. എന്നാൽ പിന്നെ എന്താ വേണ്ടത്? മക്കൾ വളർന്നു വരുമ്പോൾ കൺകുളിർമ വേണം,
നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ. പക്ഷേ ഇനി നിങ്ങൾ പറ, മക്കൾ വളർന്നു വരുമ്പോൾ ആദിയല്ലേ വളരുന്നത്? കുറത്താഴൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ആദി മാത്രം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുമ്പോൾ ആദ്യമൂത്ത് എട്ടങ്ങാറാണില്ലേ നമ്മൾ? എന്താ കാര്യം അറിയോ? ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ വിളിക്കുന്നത് BBC എന്നാണ്, ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ. സോഷ്യൽ സൈക്കോളജിയിലെ ഒരു പ്രയോഗമാണത്. വളർന്നു വരുന്ന തലമുറ, ഇപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന തലമുറ ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ എന്നാ പറയാം. നേരെ കേൾക്കണം എന്താണ് ഈ പറച്ചിലെന്ന്. കോഴിക്കോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ സ്ഥലമാണത്, അതിനകത്ത് കുറേ കോഴികൾ. ഈ കോഴിക്കൂടിൻ്റെ വാതിൽ തുറന്നിട്ടാലും ആ കോഴി പുറത്തേക്ക് പോകില്ല, അതവിടെ കിടക്കും. അതുപോലെയാണ് പുതിയ തലമുറ, ലിമിറ്റഡ് ലൈഫ് സ്പേസ്. ഞാനും എൻ്റെ മുറിയും എൻ്റെ വാട്സപ്പും എൻ്റെ ഇൻസ്റ്റാഗ്രാമും, അതാണ് എൻ്റെ ലോകം. തൊട്ടപ്പുറത്ത് ഒരു കല്യാണമുണ്ട്, ബിരിയാണി കഴിക്കാമെന്ന് വിളിച്ചാലും അമ്മ പോയിട്ട് വാ, ഞാൻ വരില്ല, ഫോണ് കയ്യിൽ തന്നാൽ മതി എന്ന് പറയുന്നവർ താമസിക്കുന്നത്. ഇനി നോക്കൂ, അവരിങ്ങനെ താമസിക്കുമ്പോൾ ഈ കോഴിക്കൂട്ടിനകത്ത് രാവിലെ ഒരു ലോഡ് ചിക്കൻ വരും. ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോയി അറുത്തോണ്ടിരിക്കും. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. പക്ഷേ ഈ വരവും പോക്കൊന്നും ഈ കോഴിക്കൂട്ടിലെ ഒരു കോഴിയും അറിയാറില്ല. നമ്മുടെ കുട്ടികളും അങ്ങനെ അല്ലേ? നോക്കൂ അല്ലേ, ഒരു ഗസ്റ്റെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കൾ ഉള്ളിലേക്ക് കയറും. ഞാൻ പഠിക്കുകയാണെന്ന് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവസാനം ഈ ഗസ്റ്റ് പുറത്തു പോകുമ്പോൾ മക്കളിങ്ങനെ പുറത്തു വന്നിട്ട് പറയും, എന്ത് പറയും? പോയോന്ന്. അവർ വന്നില്ല പുറത്തേക്ക്. എന്താ വരാത്തെന്നറിയോ? ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് പുതിയ തലമുറക്ക് പേടിയാ. എന്താ കമ്മിറ്റ്മെൻറ്റ്? ഈ മനുഷ്യനോട് ഞാനിന്ന് ചിരിച്ചാൽ അയാൾ എന്നെ തിരിച്ചറിയും, പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ അയാൾ അപ്പോഴും ചിരിക്കും. പിന്നെ എപ്പോഴും ഈ മനുഷ്യൻ എനിക്കൊരു ബാധ്യതയാണ്. അതുകൊണ്ട് ആ കമ്മിറ്റ്മെൻറ്റിന് ഞാനില്ല. ഇനി നോക്കൂ, ഈ കോഴിക്കൂടിനകത്ത് ഒരുപാട് കോഴികൾ രോഗിയായിട്ട് കിടപ്പുണ്ട്. അത് തൊട്ടടുത്ത കോഴിയെ അസ്വസ്ഥപ്പെടുത്തില്ല. ഡിസ്ട്രാക്റ്റഡ് ഫ്രം റിയാലിറ്റീസ്. വീട്ടിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യത്തെ ഒരു കോഴിക്കും അറിയില്ല. വീട്ടിലെ കുടുംബനാഥൻ രാത്രി കൈനിറയെ വറ്റുവാരി കഴിക്കുന്നത് പോലെ ഗുളിക ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അത് കഴിക്കാൻ വേണ്ടി. ഇത് കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ മുന്നോട്ട് പോകുന്നത്. ഇതങ്ങോട്ട് കണ്ടുകൊണ്ട് പോകുമ്പോൾ ഇത് കണ്ടിട്ട് അസ്വസ്ഥതപ്പെട്ടിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിരുന്ന് ഇത്രയൊക്കെ ഗുളിക കഴിക്കാൻ എൻ്റെ ഉപ്പാക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കാത്ത തലമുറ. അവരത് അസ്വസ്ഥപ്പെടുത്തില്ല. ഇനി കോഴിക്കൂട്ടിനകത്ത് മരണം നടന്നാലോ? ഈ ഭൂമി ലോകത്ത് കോടാനുകോടി ലിവിങ് സ്പീഷീസ് ഉണ്ട്, ജീവനുള്ള ജീവജാലങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മരണം വന്നാൽ അവർ അസ്വസ്ഥതപ്പെട്ട് കൂവി വിളിച്ചും ബഹളമുണ്ടാക്കിയും അവർ സങ്കടമറിയിക്കും. ഒരൊറ്റ ജീവി ഒഴിച്ച്. ഇറച്ചിക്കോഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കൂട്ടിനകത്തൊരു കോഴി ചത്ത് കിടന്നാൽ ആ ചത്ത് കിടന്ന കോഴിയുടെ മുകളിലൂടെ മറ്റു കോഴികൾ കയറിയിറങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനകത്തൊരു മരണം നടന്നാൽ, ഞാനുങ്ങളൊക്കെ ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ 1 മാസക്കാലം എനിക്ക് വേണ്ടി സങ്കടപ്പെടുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങും. അന്നവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാരൻ മരണപ്പെട്ടിട്ട് ഇന്നലെയാണ് എന്ന ബോധം അവർക്കില്ല. സീറോ തോട്ട് ഓഫ് ഡെത്ത്. ഇതിനാണ് പറയുന്നത്. മരണം അവർ അസ്വസ്ഥതപ്പെടുത്തുകയില്ല. ഇനിയാണ് ഈ പ്രയോഗത്തിൻ്റെ ക്ലൈമാക്സ്. ഇതൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി എന്ത് ചെയ്തു? ഈ കോഴിക്കച്ചവടക്കാരൻ ഒരു ദിവസം ഒരു കോഴിയുടെ കഴുത്തിൽ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുവന്നു. ഇങ്ങനെ അങ്ങ് എടുത്തു. കഴുത്തിലാ തൂക്കി പിടിച്ചത്. ദ ഹോൾ ബോഡി വെയ്റ്റ് ഓഫ് ദ ചിക്കൻ ഹാങ്സ് ഓൺ ദ നെക്ക്. എല്ലാ ഭാരവും തൂങ്ങിക്കിടക്കുന്നത് കഴുത്തിലാണ്. അപകടത്തിൻ്റെ ഒന്നാമത്തെ സൂചനയാണത്. ഒരു അപകടം വരാനുണ്ട്. കോഴിക്ക് മനസ്സിലായില്ല. ഒന്നാമത്തെ സിഗ്നൽ പരാജയപ്പെട്ടു. രണ്ടാമത്തെ സിഗ്നലും കോഴിക്ക് കൊടുത്തു നോക്കി. എന്താ ചെയ്തത്? കോഴി അറുക്കുവാനുള്ള ഈ കഴുത്തിൻ്റെ സ്കിന്നില്ലേ, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചു. അപ്പം കോഴി ധരിച്ചു എന്നെ ആരോ ഇക്കിളിപ്പെടുത്തുകയാണെന്ന്. ദ സെക്കൻഡ് സിഗ്നൽ ദാറ്റ് ഓൾസോ ഫെയിൽഡ്. അതും പരാജയപ്പെട്ടു. കോഴിക്ക് മനസ്സിലായില്ല അപകടം വരാനുണ്ട് എന്ന്. മൂന്നാമത്തെ സിഗ്നൽ കൊടുത്തു. ദ തേർഡ് സിഗ്നൽ ഓഫ് ഡേഞ്ചർ. അപകടം ഇപ്പോൾ വരും എന്നറിയിക്കുന്ന മൂന്നാമത്തെ സിഗ്നൽ കൊടുത്തു. മൂന്നാമത്തെ സിഗ്നൽ? ഈ കോഴിക്ക് വെള്ളം ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൊട്ട് മുമ്പ് വരെ ഞാൻ കുടിച്ചിട്ടേ ഉള്ളൂ, ഇന്ന് എന്തിനാണ് മറ്റൊരാൾ എന്നെ കുടിപ്പിക്കുന്നത്? കോഴിക്ക് മനസ്സിലായില്ല.
നാലാമത്തെ സിഗ്നൽ, ദ ഫൈനൽ സിഗ്നൽ. നാലാമത്തെ എന്താ കൊടുത്തതെന്നറിയോ? എന്താ കൊടുത്തത്? ഈ കോഴിയെ അറുക്കാനുള്ള കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടി അതിൻ്റെ മുന്നിൽ വെച്ച് ശബ്ദം വരുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ കോഴി വിചാരിച്ചു ഇതെന്തോ പാട്ടാണെന്ന്, ഇത് സംഗീതമാണെന്ന്. 4 അപകട സൂചന കൊടുത്തിട്ടും ഈ കോഴിക്ക് മനസ്സിലായില്ല. അവസാനം കഴുത്ത് മുറിച്ച് താഴെ ഇട്ടപ്പോഴാണ് ഇനി ചിറകിട്ടടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുന്നത്. നെവർ എവർ റൈസ് അഗൈൻ. ഇല്ല, ഇനി അത് പോയി ഉയർന്നു വരില്ല, അത് തീർന്നു. ഇതുപോലെയാണ് ദ ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ. നമുക്ക് പേടിയില്ലേ? 10-23 വർഷക്കാലം വളർത്തി വലുതാക്കിയ പെൺമക്കളാണ് അയൽപക്കത്തു കൂടെ പോയ ബംഗാളി മിസ് കോൾ അടിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത്. ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ അല്ലേ? ആൺകുട്ടികൾ നിങ്ങൾ നോക്കൂ, വഴിയിൽ പോകുന്ന ഏതോ ഒരു അപരിചിതൻ നാക്കൊന്ന് നീട്ട്, ആ നാക്കിനകത്തേക്ക് പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ഒരു സാധനം ചുണ്ടിനകത്തേക്കിട്ടാൽ 8 മണിക്കൂർ നേരം നിനക്ക് ഭക്ഷണം കഴിക്കാതെ തുള്ളിച്ചാടാം. അമേസിങ് എനർജി. രാവിലെ മുതൽ മഗ്‌രിബ് വരെ നിനക്ക് തുള്ളിച്ചാടാം. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നീ ഒന്ന് ഇട്ടു നോക്ക് എന്ന് പറയുമ്പോൾ നാക്ക് നീട്ടാൻ വിധിക്കപ്പെട്ടവർ ബ്രോയിലർ ബ്രെയിൻ ചിൽഡ്രൻ. ഇനി നിങ്ങൾ പറ, ഇതാരാണ് സൃഷ്ടിച്ചതാം? ഈ കുട്ടി ആരാണ് സൃഷ്ടിച്ചതാം? ഞാനും നിങ്ങളും ചേർന്ന് സൃഷ്ടിച്ചതാം അല്ലേ? അപ്പം നമുക്ക് പേടിയുണ്ട്. പേടില്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി എവിടേക്കാണ് ഇവിടെ പോണു നോക്കണം. നമ്മുടെ സ്കൂളുകളൊന്നും പോസിറ്റീവ് അല്ല, പോസിറ്റീവ് സ്കൂളിംഗ് ഇല്ല. ഇതുപോലെയൊന്നും അല്ല നമ്മുടെ സ്കൂളുകൾ. എന്താ പോസിറ്റീവ് സ്കൂളിംഗ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 എണ്ണത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 3 എണ്ണം നല്ല ഓർമ്മ വേണം. ഒന്നാമത്തത് നാർക്കോട്ടിക് സാച്ചുറേഷൻ. എന്താണ് ഈ നാർക്കോട്ടിക് സാച്ചുറേഷൻ? നാർക്കോട്ടിക് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതാരാണ് കഴിക്കണമെന്നോ ഇതാരാണ് വിൽക്കണമെന്നോ ഇതെവിടെയാണ് കിട്ടുക എന്ന് ആർക്കും അറിയില്ല. എല്ലാം കൺസീൽഡാണ്, ആർക്കും അറിയില്ല. പക്ഷേ ഇതുണ്ട് എന്നറിയാം. ഇന്ന് ഉപ്പ് വാങ്ങുന്ന പോലെ ഏതൊരു കുട്ടിക്കും വാങ്ങിക്കാം. ഉപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഏത് കടയിലും ഏത് പ്രായക്കാരനും എപ്പോൾ കിട്ടുന്ന സാധനമാണത്. അതുപോലെ നമ്മുടെ നാട്ടിൽ സാച്ചുറേറ്റഡ് ആണ്. എവ്രിവെയർ ഇറ്റ് ഈസ് ദെയർ, എല്ലായിടത്തുമുണ്ട്. ഇത് കഴിഞ്ഞാൽ, ഇതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സംഭവിക്കുന്നത് എന്താ? രണ്ടാമത് സംഭവിക്കുന്നത് വയലൻസ് നോർമലൈസേഷൻ. സ്കൂളുകളും കോളേജുകളും ഒക്കെ ആണെങ്കിൽ തല്ലണം, കൊല്ലണം. ഇതാണ് അവസ്ഥ. തല്ലും കൊലയും ഇല്ലാത്ത സ്കൂളുകളും കലാലയങ്ങളും ഇല്ല. നിങ്ങൾ കണ്ടതാണ് താമരശ്ശേരി പ്രദേശത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസിൻ്റെ കണ്ണ് ഒരായുധം വെച്ചിടിച്ച് കണ്ണ് തെറിച്ചപ്പോൾ അവൻ്റെ ആദ്യത്തെ റെസ്പോൺസ് എന്തായിരുന്നു എന്നറിയോ? ആദ്യത്തെ റെസ്പോൺസ് ഒരിടിക്ക് കണ്ണ് തെറിച്ചടാ എന്ന. വയലൻസ് നോർമലൈസ് ചെയ്യപ്പെട്ടു അല്ലേ? മൂന്നാമത് സംഭവിക്കുന്നത് സെക്ഷൽ ലിബറലിസം. പിന്നെ അതാ നടക്കുന്നത്. ബോഡി എക്സ്പെരിമെൻറ്റ്സ്. ശരീരത്തിൽ പരീക്ഷണം നടത്തണം. 2 ആഴ്ചയായിട്ടില്ല, എൻ്റെ കോളേജിന് 4 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു കൊലപാതകം നടന്നത്. നിങ്ങൾക്കറിയാം, ശരീരം പങ്കുവെക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവൾ സമ്മതിക്കുന്നു. അരമണിക്കൂർ കൊണ്ട് എന്നെ വിടണം എന്നും സമ്മതിക്കുന്നു. വീട്ടിലേക്ക് വിളിച്ചു പറയാണ്, അരമണിക്കൂർ കൊണ്ട് ഞാൻ വരാമെന്ന്. വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നു. ഒരു പാടത്തുകൂടെ പോയി അവർ അരമണിക്കൂറിനകത്ത് ശാരീരികമായി ബന്ധപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ സിഗ്നൽ കൊടുത്തപ്പോൾ അവൻ്റെ 2 കൂട്ടുകാരും വരുന്നു. ഈ 2 കൂട്ടുകാർക്കും നീ കീഴടങ്ങണം എന്ന് പറയുന്നു. അത് കീഴടങ്ങാത്തപ്പോഴാണ് കയ്യും കാലും കെട്ടുന്നു. 3 പേരും ചേർന്ന് കയ്യും കാലും കെട്ടി. അത് കഴിഞ്ഞ് 3 പേരുടെയും ആവശ്യം തീർന്നിട്ട് അവസാനം അവൾ ക്ഷീണിതയായി വീട്ടിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പറയും. അപ്പോഴാണ് കൊലപാതകം നടക്കുന്നത്. എന്നായി ഇനി നീ പറയില്ല എന്നായി. ഇതാണ് കലാലയങ്ങൾ. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു രക്ഷ ഉണ്ട് എന്നുള്ളതാണല്ലോ. ആരെയാണ് രക്ഷിക്കേണ്ടത്? രക്ഷിക്കേണ്ടത് ഇപ്പോൾ വളർത്തുന്ന കുട്ടികളെയാണ്. ഇപ്പോൾ വളർത്തുന്ന കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അറിഞ്ഞോ, 3 തലമുറയുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണവർ. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്നാമത്തെ പ്രശ്നം, അവർ ജനറേഷൻ സർപ്ലസ് എന്നാ പറയുക. അപ്പം നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ എന്താ ജനറേഷൻ സർപ്ലസ് എന്ന് പറയാം? ഒരു പെൻസിൽ ചോദിച്ചപ്പോൾ നിങ്ങൾ 12 എണ്ണം കൊണ്ടു കൊടുത്തവർ, ജീവിതത്തിൽ യാതൊരു പ്രയാസവും അനുഭവിപ്പിക്കാതെ വളർത്തിയെടുത്തവർ, 3 നേരം മാംസാഹാരം കൊടുക്കുന്നവർ,
ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു മുറി അനുവദിച്ചു കൊടുത്തവർ. ഓരോരുത്തർക്കും ഒരു വീട്ടിൽ ഒരു മുറിയുള്ളത് അല്ലേ. അതുകൊണ്ട് അവർക്ക് പ്രശ്നമുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ ഒന്നാണ് ദ പ്രോബ്ലം ഓഫ് പ്ലൻറ്റി. ഒരുപാട് കൊടുത്തതിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരുപാടുണ്ട്. ഒരുപാട് കൊടുത്തതിൻ്റെ പ്രശ്നം ഒരുപാടുണ്ട്. എന്താ ഒരുപാട് കൊടുത്തത്? നിങ്ങൾ നോക്കൂ, നമ്മൾ വീട് വെച്ചിട്ട് ഓരോ കുട്ടിക്കും ഒരു മുറി കൊടുത്തിട്ടുണ്ട്. ആകെ 2 മക്കളേ ഉള്ളൂ. ആകെ 2 മുറിയുണ്ട്. 2 മുറിയിലും ഒരാൾ ഇവിടെയും ഒരാൾ അപ്പുറത്തും. അപ്പോഴാണ് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നത്. ഗസ്റ്റ് വേറെ ആരുമല്ല, ഈ കുട്ടിയുടെ ഉമ്മുമ്മയാണ്. മിക്ക ഉമ്മുമ്മമാരും കിടക്കണതേ ഇപ്പം എവിടെയെന്നറിയോ? അത് സെറ്റിയിലാണ്. അവർക്ക് മുറിയില്ല. അപ്പുറത്തെ റൂമിൽ ചെറിയ കുട്ടികളാണ് കിടക്കുന്നത്. അവസാനം ഉമ്മ നിർബന്ധിച്ച് ജ്യേഷ്ഠനെയും അനിയനെയും കൂടെ ഒരു മുറിയിലാക്കി കിടത്തും. ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും എൻ്റെ മക്കൾ ദയവ് ചെയ്ത് കൈകൂപ്പി നിൽക്കണം അവരുടെ മുന്നിൽ, ദയവ് ചെയ്ത് ഒരു മുറി കിടക്കണം എന്നായി. അങ്ങനെ ഒരു മുറിയിൽ കിടത്തി നേരം വെളുക്കുമ്പോൾ, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അടുക്കളയിലേക്ക് 2 മക്കളും പരാതിയുമായി കയറി വരും. എന്താ പരാതി എന്നറിയോ? മൂത്തവൻ പറയാ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്, അനിയൻ പറയാ ഞാനും ഉറങ്ങിയിട്ടില്ല. എന്താണ് നിങ്ങളെ ഉറക്കം തടസ്സപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ പറയാ ഉറങ്ങുന്ന സമയത്ത് ഇക്കാക്കാൻ്റെ കാല് എൻ്റെ ദേഹത്ത് തട്ടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനത്തെ ഒരു കുട്ടികളെ ഞങ്ങൾ വളർത്തുന്നത് ദ പ്രോബ്ലം ഓഫ് പ്ലൻറ്റി. ഒരുപാട് കൊടുത്തതിൻ്റെ പ്രശ്നം. രണ്ടാമത്തത് എന്താ? ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ചോയ്സിൻ്റെ പ്രശ്നമില്ലേ? എന്താ ചോയ്സിൻ്റെ പ്രശ്നം? ചോയ്സ് കൊടുത്ത് നമ്മൾ അങ്ങേറ്റ പോയിസണസ് പാരൻറ്റിങ്, വിഷം കലർത്തിയ പാരൻറ്റിങ്ങിലാണ് നമ്മളുള്ളത്. നമ്മളൊക്കെ വളർന്ന സമയത്തെ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ രാവിലെ പുട്ടിയിട്ടിട്ട് അമ്മ 5 പേർക്കും പുട്ടങ്ങ് കൊടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക? വേറൊരു ഓപ്ഷനോ ചോയ്സോ അവിടെ അല്ല, 5 പേരും കഴിച്ചു പോകണം. ഇത് 3 കുട്ടികളുണ്ട്, ഒരാൾക്ക് ഉപ്മാവ് വേണം, ഒരാൾക്ക് അപ്പം വേണം, ഒരാൾക്ക് ദോശ വേണം. ഇത് പറയാൻ ഈ കുട്ടികൾക്കും മടിയില്ല, ഇതുണ്ടാക്കി കൊടുക്കാൻ അപ്പുറത്തുള്ള കഴുതകൾക്കും മടിയില്ല. മനഃപൂർവ്വം പറഞ്ഞതാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും വിട്ടില്ലെങ്കിലും ശരി അല്ലേ. ഓൽക്കും ഒരു പ്രശ്നമില്ല. എന്താ കുട്ടികൾ കുട്ടികൾ ധരിച്ചിരിക്കണം എന്താണെന്നറിയോ? എൻ്റെ ഉമ്മ അടിമ പെണ്ണാണ്. വീട്ടിനകത്ത് ആദ്യം ഓണാകുന്ന മെഷീനും അവസാനം ഓഫാകുന്ന മെഷീനും ഏതെന്ന് ചോദിച്ചാൽ അതെൻ്റെ അമ്മ എന്ന് പറയും. അങ്ങനെ നമ്മൾ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തുണ്ടെന്നറിയോ? ഫിനാൻഷ്യൽ ലിറ്ററസി. എന്താ ഫിനാൻഷ്യൽ ലിറ്ററസി? ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആർഭാടം. ഇത് 4 കുട്ടികൾക്ക് തിരിയില്ല. ചോദിച്ചു നോക്ക്, കുട്ടികൾക്ക് തിരിയണ്ടേ ഈ സാധനം? ഇതെനിക്ക് ഇപ്പോൾ കിട്ടണോ, 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതിയോ, അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ടല്ലോ. ഇതൊക്കെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ മക്കൾക്ക് ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താ ഡിസിഷൻ ഫറ്റീഗ്? ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റണില്ല. എൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല തീരുമാനം ഞാനല്ലേ എടുക്കേണ്ടത്, എനിക്ക് പറ്റണില്ല. ഇനി നിങ്ങളെങ്ങാനും പട്ടിണിയെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കൂ. പട്ടിണിയെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും ഫെയറി ടെയിൽസിലെ കഥയാണ് അല്ലേ. ഇത് വെറുതെ പറയാണ്, വാപ്പ കഥ പറയാണ്, നുണ പറയാണ്, ഇല്ലാത്ത കഥ പറയാണ്, അസാത്തീറുൽ അവ്വലീൻ എന്ന് പറയും. ഇത് കെട്ടുകഥയാണ്, അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഈ കുട്ടികളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മാനേജ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ തലമുറ ഹൈബ്രിഡ് ജനറേഷനാണ്. എന്താ ഈ ഹൈബ്രിഡ് ജനറേഷൻ? ഹൈബ്രിഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജനിച്ച അപ്പോൾ തന്നെ ജീവിതത്തിൽ എൻ്റെ ഉപ്പയും ഉമ്മയും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കാദ്യം വാങ്ങിത്തരേണ്ടത് ഒരു മൊബൈലാണ് എന്ന് വിശ്വസിക്കുന്നവർ അല്ലേ. അത് എനിക്ക് ചോറ് തരലല്ല, എനിക്ക് ഭക്ഷണം തരലല്ല, എന്നെ നല്ല സ്കൂളിൽ പഠിപ്പിക്കലല്ല. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം എനിക്ക് തരേണ്ടത് ഫോണാണ് എന്ന് വിചാരിക്കുന്ന തലമുറയാണ് ഹൈബ്രിഡ് ജനറേഷൻ. ഇവർക്ക് 3 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ? ഒന്നാമത്തെ പ്രശ്നം, ഈ ഹൈബ്രിഡ് ജനറേഷൻ്റെ ഒന്നാമത്തെ പ്രശ്നം സ്ക്രീനിൻ്റെ അഡിക്ഷനാണ്. അതെന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം. എന്താ സ്ക്രീൻ അഡിക്ഷൻ? കുട്ടി വാശി പിടിക്കും, തറയിൽ കിടക്കും, കാലിട്ടടിക്കും, ഫോൺ കൊടുത്താൽ കുട്ടി നോർമലാവും. ഈ രോഗത്തെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയാം. ഇതൊരു 7ാം ക്ലാസ് വരെ പോവുള്ളൂ, അഡിക്ഷൻ എന്ന് പറയുള്ളൂ. 7 കഴിയുമ്പോഴേക്കും രോഗത്തിൻ്റെ 2ാമത്തെ സ്റ്റേജിലേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൂഡിങ് എന്ന് പറയാം. ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ അടയിരിക്കാനാണ്. എന്താ അടയിരിക്കുക? 24 മണിക്കൂറും ഇതിനകത്ത് തന്നെ ഇരിക്കും. അടയിരിക്കുന്ന കോഴിയുടെ അടുത്തേക്കെങ്ങാനും ഏതെങ്കിലും ഒരാൾ ചെന്നാണ്ടല്ലോ ഓൻ കുത്തിവലിക്കും. എന്തിനാ അമ്മ ഇപ്പം അങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരൂലേ, എനിക്ക് വിശക്കുമ്പോൾ ഞാനങ്ങ് വരൂലേ, വാതിൽ തട്ടിയിട്ട് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൂഡിങ്ങിലേക്ക് പോകും.
മൂന്നാമത്തെ സ്റ്റേജാണ്, ക്രോണിക് സ്റ്റേജാണ് ഡേ നൈറ്റ് റിവേഴ്സൽ. എന്താ ഡേ നൈറ്റ് റിവേഴ്സൽ? രാത്രി ഇനി ഉറങ്ങാൻ പറ്റൂല, 12 മണി വരെ ഇത് കളിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും ഉണരുന്ന സമയത്ത് അവർ ഉറക്കത്തിലേക്കും പോകും. ഈ തലമുറയെയും നമുക്കൊന്ന് റെഡിയാക്കി കിട്ടണം. മൂന്നാമത്തെ തലമുറ എന്ന് പറയുന്നത് പോസ്റ്റ് പാൻഡമിക് ജനറേഷൻ, കോവിഡാനന്തര തലമുറയാണ്. കോവിഡാനന്തര തലമുറയാണ് ഇപ്പം നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ 4 പ്രശ്നങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് ശരിയല്ലേ? എന്താണത്? ഒന്നാമത്തെ സാധനം ഇൻ്റലക്ച്വൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട്, മാനസികാവസ്ഥ. എന്താണ് ഇൻ്റലക്ച്വൽ ലോക്ക്ഡൗൺ? ഇൻ്റലക്ച്വൽ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും, പക്ഷേ പഠിക്കാൻ പറഞ്ഞ അസ്വസ്ഥത പ്രകടിപ്പിക്കും. പഠിക്കാൻ എനിക്ക് പറ്റൂല, എന്ത് പണിയും പറഞ്ഞോ ഞാൻ കേൾക്കും, പക്ഷേ പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. രണ്ടാമത്തെ സാധനം കോഗ്നിഷൻ ലീക്കേജ്. എനിക്ക് ഇന്നാലിന്ന കഴിവുകളുണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം, പക്ഷേ കുട്ടിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറയും, മോനെ നിനക്ക് പറ്റും, മോളെ നിനക്കിത് സാധിക്കുമെന്ന് പറയുമ്പോൾ ഇല്ലമ്മ എനിക്ക് പറ്റില്ല, എനിക്കതിന് കഴിയില്ല, അത് അവൾക്കേ പറ്റൂ, അത് ഇവൾക്കേ പറ്റൂ എന്ന് പറയാം. സ്വന്തം കഴിവിൽ വിശ്വസിക്കാത്ത ഒരു തലമുറ. 3, ഡ്രീംലെസ്നെസ്. ഒരു സ്വപ്നമില്ല, ചെന്ന് ചേരാനും എത്തിപ്പിടിക്കാനും ഒരു മോഹം വേണ്ടേ? മനുഷ്യനെ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തുന്നതും അധ്വാനിക്കുന്നതുമൊക്കെ എന്തിനാ? ഒരു സ്വപ്നം നേടാനാണ്. ഒരു സ്വപ്നം ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കില്ല. വരനോടത്ത് വെച്ച് കാണാം എന്ന അവസ്ഥയാണ്. വരനോടത്ത് വെച്ച് കാണാമെന്നാണ്. അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ആകെ ഉള്ളത് എന്താ? ആകെ ഉള്ളത് ദ ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്. എന്താണ് ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണിയില്ലാതെ ഫോണിലിങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ പറയും ചെതല് പിടിക്കും കേട്ടോ എന്ന് പറയും. ചെതല് പിടിക്കും എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് ഇരിക്കും. ഇനി നിങ്ങൾ പറ, ഇനി ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. എങ്ങനെ? 1 മണിക്കൂർ ഗൗരവകരമായി പഠിക്കാൻ കഴിയാത്ത, എനിക്ക് ഇന്നാലിന്ന കഴിവുകളുണ്ടെന്ന് സ്വയം വിശ്വസിക്കാത്ത, ചെന്ന് ചേരാൻ ഒരു മോഹമില്ലാത്ത, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ ഇരിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു തലമുറയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? ആ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളെ റെഡിയാക്കാനുള്ള ഒരൊറ്റ മാർഗം എന്താണെന്നറിയുങ്ങൾ? ആ മാർഗ്ഗമാണ് ഇപ്പോൾ നമ്മളെ സ്കൂളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹെവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാക്കിന് തന്നെ എന്തർത്ഥമാണെന്നറിയോ? സ്വർഗമുണ്ടാക്കും എന്നാ. സ്വർഗമുണ്ടാക്കും. എന്താണ് പിന്നെ ഹെവൻസ് ചെയ്യുന്നത്? 3 വയസ്സിലല്ലേ നിങ്ങൾ കുട്ടികൾക്ക് എന്തിനാ 3 വയസ്സ് ഫിക്സ് ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ഉമ്മമാരറിയണം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിൻ വെയ്റ്റ് എത്രയെന്നറിയോ നിങ്ങൾക്ക്? 400 ഗ്രാമാണ്. എല്ലാ മനുഷ്യ കുഞ്ഞും ജനിച്ച് വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ വെയ്റ്റ് 400 ഗ്രാമാണ്. ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ മാക്സിമം വെയ്റ്റ് 1400 ഗ്രാമാണ്. അതാകുന്നത് എത്ര വയസ്സിലാണെന്നറിയോ? 15 വയസ്സിൽ. 15 വയസ്സായാൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ഒരേ ഒരു ഹ്യൂമൻ ഓർഗൻ മനുഷ്യൻ്റെ ബ്രെയിനാണ്. ഇനി 400 ഗ്രാം ബ്രെയിനുമായി ജനിച്ച കുഞ്ഞ് 3 വയസ്സാകുമ്പോൾ എത്ര ആകും? 1 കിലോയാകും. ദ മോസ്റ്റ് ആക്സിലറേറ്റഡ് ഹ്യൂമൻ ബ്രെയിൻ ഗ്രോത്ത്. ഇങ്ങനെ നിൽക്കും. എന്താ കൊടുക്കേണ്ടത്? എല്ലാം കൊടുത്താൽ സ്വീകരിക്കും. ഈ കൊടുക്കുമ്പോൾ IQ മാത്രമല്ല കൊടുക്കേണ്ടത്, SQ കൊടുക്കണം, സ്പിരിച്വൽ കോഷ്യൻ്റ്, വാല്യൂസും കൊടുക്കണം. ഈ പ്രായത്തിൽ വാല്യൂസ് ഇട്ട് കൊടുത്താൽ പിന്നെ അത് പോകില്ല. 3നും 7നും ഇടയിൽ നിങ്ങൾ സീഡ് ചെയ്ത വിത്തെറിഞ്ഞ വാല്യൂസ് മരണം വരെ കൊണ്ടുപോകും. ബിലീവ്, അല്ലേ? 3നും 7നും ഇടയിൽ ഇട്ടുപോയ എല്ലാ വിത്തുകളും അത് മരണം വരെ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു സ്കൂളിലേക്കാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാൻ അവസാനിപ്പിക്കും, ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഇനി പോസിറ്റീവ് സ്കൂളിംഗ് എന്താണെന്ന് കൂടെ കേട്ടോ. എന്താ പോസിറ്റീവ് സ്കൂളിംഗ്? ഞാൻ 7ാം ക്ലാസ്സിൽ കയറി എന്ന് വെച്ചോ. 7ാം ക്ലാസ്സിൽ കയറിയിട്ട് 7ാം ക്ലാസ്സിൽ പ്രായമുള്ള ഒരു കുട്ടികളുടെ മുന്നിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചോ. എങ്ങനെ? A for apple, A for apple എന്ന് ഞാൻ 3 വട്ടം ആവർത്തിച്ചു. അത് കേൾക്കുമ്പോഴേക്കും കുട്ടികളുടെ കണ്ണിങ്ങനെ വിടരും. എന്താ വിടരുന്നതെന്നറിയോ? അവരെ പുതിയ കുടയും പുതിയ ബാഗും ഒക്കെ എടുത്ത് സ്കൂളിലേക്ക് പോയപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ആ ആള് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യം കുഞ്ഞിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്
എ ഫോർ ആപ്പിൾ. അപ്പോൾ ഇത് ആ പ്രായമാകുമ്പോഴേക്കും എല്ലാം കൂടെ ഓർമ്മ വരും. എന്തൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും? ഫിസിക്സ് ഓർമ്മ വരും ആദ്യം. എ ഫോർ ആപ്പിൾ എന്ന് ഞാൻ 7ാം ക്ലാസ്സുകാരൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ആദ്യം ഫിസിക്സ് ഓർമ്മ വരും. കാരണം എന്താ? ഹിസ് ഫിസിക്സ് ടീച്ചർ ടോട്ട് ഹിം ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തിയറി യൂസിങ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആപ്പിൾ ദാറ്റ് ഹാഡ് ഫാളൻ ഓൺ ദ ഹെഡ് ഓഫ് ഐസക്. അല്ലേ? ഐസക്കിൻ്റെ തലയിലേക്ക് ഒരാപ്പിൾ വീണ കഥ പറഞ്ഞ് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം പഠിപ്പിച്ചത് കൊണ്ട് ആദ്യം ഫിസിക്സ് കയറും. രണ്ടാമത്തത് ബയോളജി കയറും. എങ്ങനെയാണ് ബയോളജി കയറുന്നത്? അവൻ്റെ ബയോളജി ടീച്ചർ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ദ ന്യൂട്രീഷ്യസ് വാല്യൂ ഓഫ് ആൻ ആപ്പിൾ. ഒരാപ്പിൾ കഴിച്ചാൽ എൻ്റെ ശരീരത്തിൽ ഇതൊക്കെ കയറും എന്ന് ഓർമ്മ വരും. മൂന്നാമത് ഇംഗ്ലീഷ് ടീച്ചർ അവൻ ഓർക്കും. എന്താ? ഒരു പ്രോവർബ് എങ്ങനെയാണ്, പഴഞ്ചൊല്ല് എങ്ങനെയാണ് വിപുലീകരിക്കേണ്ടത് എന്ന് ടീച്ചർ പഠിപ്പിച്ചപ്പോൾ ഷീ യൂസ് ആൻ എക്സാമ്പിൾ, ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. ഒരാപ്പിൾ കഴിച്ചാൽ ഇനി വേറെ ഡോക്ടറെ കാണേണ്ടതില്ല എന്ന പഴഞ്ചൊല്ല് ഓർമ്മ വരും. അവസാനം ഉണ്ടല്ലോ IT എന്ന് പറയുന്ന വിഷയം ഓർമ്മ വരും. എൻ്റെ ആപ്പിളും IT തമ്മിലുള്ള ബന്ധം എ കോർണർ ബൈറ്റ് ആൻ ആപ്പിൾ. ആ തെല്ലിൽ ഒരു കടി കടിച്ച ആപ്പിൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിൻ്റെ താളമാണ്. നിങ്ങൾ നോക്കൂ, എ ഫോർ ആപ്പിൾ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ കയറി? ഫിസിക്സ് കയറി, ബയോളജി കയറി, ഇംഗ്ലീഷ് കയറി, IT കയറി. ബുദ്ധി ഓക്കെ, IQ കംപ്ലീറ്റ് ആണ്. പക്ഷേ ഇത് വട്ടപൂജ്യമാണ്. ഇതൊക്കെ വട്ടപൂജ്യമാകുന്നത് എപ്പോഴാണ്? എ ഫോർ ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം അവൻ ചിന്തിക്കേണ്ടത് എൻ്റെ തോളോട് തോള് ചേർന്നിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ പട്ടിണിയുള്ള വീട്ടിൽ നിന്നാണ് വരുന്നത്, ഈ ആപ്പിൾ പകുതി മുറിച്ചിട്ട് അവന് കൊടുത്തിട്ട് അവൻ്റെ സന്തോഷം കാണണം എന്ന ദ മോറൽ സയൻസ്, ദ സ്പിരിച്വൽ സയൻസ് അതും കൂടെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കുമ്പോഴേ ഇത് പോസിറ്റീവ് ആകുള്ളൂ. ഉറപ്പാ. ആ പോസിറ്റീവായ സ്കൂളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു അപകടവും പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ പോസിറ്റീവ് സ്കൂളിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ അപകടകാരികളായ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളാകും സ്കൂളുകൾ. അല്ലേ? എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവങ്ങൾ കേട്ടോ. 2 കൊല്ലം മുമ്പാണ് നടന്നത്. 34 വയസ്സുള്ള കാളിപ്പെണ്ണ് പ്രസവവേദന വന്നപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ മുന്നിലേക്ക് ഓടി കയറി. ആരാ ഗൈനക്കോളജിസ്റ്റ്? ഹയർ എഡ്യൂക്കേറ്റഡ്, ഉന്നതമായി പഠിച്ചവൾ, വലുതായി പഠിച്ചവൾ. അതല്ലേ അതിൻ്റെ അർത്ഥം? അല്ലേ? എന്തൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്? ഗൈനക്കോളജിസ്റ്റ് ആവണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇൻട്രിക്കേറ്റ് ഫീമെയിൽ നെർവസ് സിസ്റ്റം. പെണ്ണിൻ്റെ ശരീരത്തിൽ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഞരമ്പിൻ്റെ വ്യവസ്ഥ പഠിച്ചിട്ടുണ്ട് അവൾ. രണ്ടാമതോ ഓൾ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എ ഫീമെയിൽ ബോഡി സിസ്റ്റം ഫ്രം കൺസെപ്ഷൻ ടിൽ ദ ഡെലിവറി. ഈ ഭാരം ഒരു പെണ്ണിൻ്റെ വയറ്റിൽ അള്ളിപ്പിടിച്ചത് മുതൽ അത് താനെ ഇറങ്ങി വരുന്നത് വരെ പെണ്ണിൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനവും അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 അവളെ പഠിപ്പിച്ചത് പെണ്ണിൻ്റെ അടിവയറ്റിൽ നിന്ന് പ്രസവത്തിൻ്റെ ആദ്യ സിഗ്നൽ ലഭിക്കുമ്പോൾ വേദന വരുമ്പോൾ പെണ്ണിൻ്റെ മനസ്സിൻ്റെ സംഘട്ടനങ്ങളും പഠിപ്പിച്ചു. ഏറ്റവും അവസാനത്തെ സെമസ്റ്ററിൽ ഇപ്പോൾ പിറന്നു വീഴുന്ന ചെറിയ കുഞ്ഞിൻ്റെ ദൗർബല്യാവസ്ഥയും പഠിപ്പിച്ചിട്ട് വിട്ടവളാണവൾ. അവളുടെ മുന്നിലേക്കാണ് 34-കാരിയായ ട്രൈബൽ വുമൻ, ഒരു ആദിവാസി പെണ്ണ് കയറി വന്നപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് 200 രൂപ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ചികിത്സിക്കില്ല എന്നാണ്. അങ്ങനെ അവൾ ഇറങ്ങിപ്പോയി വഴിയിൽ പ്രസവിച്ചു. പ്രസവിക്കുന്ന സമയത്ത് ജീവനുള്ള കയ്യിൽ അള്ളിപ്പിടിക്കാൻ ഏത് പെണ്ണാണ് ആഗ്രഹിക്കാത്തത്? അവൾ ഭൂമിയോട് ചേർന്ന് പ്രസവിച്ചു. പ്രസവിച്ച് കഴിഞ്ഞിട്ട് പത്രക്കാർ വന്നിട്ട് ആശുപത്രിയിൽ വെച്ച് ചോദിച്ചു, ആ ഡോക്ടറോട് എൻ്റെ പെണ്ണെ ഒന്ന് കലഹിക്കാത്തത് എന്ന്. എന്തുകൊണ്ട് കലഹിച്ചില്ല? അപ്പോൾ കാളിപ്പെണ്ണ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരോട് കലഹിക്കുന്നത് ശരിയാണോ സാർ? ഹൂ ഈസ് എഡ്യൂക്കേറ്റഡ്, കാളി ഓർ ദ ഗൈനക്കോളജിസ്റ്റ്? പറ, ഇവിടെ ആർക്കാണ് വിദ്യാഭ്യാസം? ഈ ആദിവാസി പെണ്ണിനോ അതോ ഈ ഗൈനക്കോളജിസ്റ്റിനോ? ഈ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഇവൾ പഠിക്കാത്തൊരു സയൻസ് ഉണ്ട്, ദ സ്പിരിച്വൽ സയൻസ്, ആത്മാവിൻ്റെ ശാസ്ത്രം. ആത്മാവിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഈ സ്കൂളുകളെ നിലനിർത്തുക എന്നത് ഈ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ്. ഇവിടെ നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള സ്കൂളുകൾ നിലനിന്നേ തീരൂ. അതുകൊണ്ട് ഇതിനൊരു മുതലാളിയുണ്ട്, ഈ സ്കൂളിലൊരു മുതലാളിയുണ്ട്. ആരാണതിൻ്റെ മുതലാളി എന്നറിയുമോ? ഈ സമൂഹമാണതിൻ്റെ മുതലാളി. ഇതിനൊരു മുതലാളിയിൽ കൊണ്ടുപോകുന്ന ഒരാളില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ നാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇതിലേക്ക് ചേർത്ത് ഈ ഒരു നല്ല സംരംഭത്തെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കണം. നമ്മുടെ മക്കളിലൂടെ നമ്മൾക്ക് നേടാൻ കഴിയാത്ത എല്ലാ സ്വപ്നങ്ങളും
നടന്നു കിട്ടട്ടെ എന്ന് ആശിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.